വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിസ്മയമായ കബീറിന്റെ പാട്ടകൃഷി. 10 ഏക്കറിൽ പൂത്തുലഞ്ഞ സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും. വണ്ടൂർ പാലേമടത്ത് ഇപ്പോൾ ഒരു വസന്തകാലത്തിന്റെ ലാവണ്യമാണ്. 10 ഏക്കറിൽ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തിയും ചെണ്ടുമല്ലിയും വിളവെടുപ്പിന് പാകമായ തണ്ണിമത്തനും ഒരുക്കി ഒരു കർഷകൻ കാഴ്ചക്കാരെ കാത്തിരിക്കുകയാണ്. വനമ്പൻകല്ല് സ്വദേശിയായ പ്രമുഖ കർഷകൻ കരുവാടൻ കബീറാണ് തന്റെ പാട്ടകൃഷിയിലൂടെ നാടിന് ഒരു നവ്യാനുഭവം സമ്മാനിക്കുന്നത്. കണ്ണെത്താ ദൂരത്തോളം വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ, ഒരു വശത്ത് ഓറഞ്ചും മഞ്ഞയും നിറങ്ങളിൽ മനം കവരുന്ന ചെണ്ടുമല്ലി പാടങ്ങൾ. വണ്ടൂർ പാലേമഠത്തിലെ ഈ 10 ഏക്കർ കൃഷിയിടം ഇപ്പോൾ കാഴ്ചക്കാരെ കാത്തിരിക്കുകയാണ്. കേവലം ഒരു കൃഷി എന്നതിലുപരി കുടുംബസമേതം വന്ന് കാഴ്ചകൾ ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും കഴിയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഈ ഇടം മാറിക്കഴിഞ്ഞു. 2 ഏക്കറിലാണ് സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായി 3 ഏക്കറിൽ ചെണ്ടുമല്ലിയും പൂത്തുനിൽക്കുന്നു. എന്നാൽ കാഴ്ചകൾക്കപ്പുറം കബീറിന്റെ അധ്വാനം 5 ഏക്കറോളം വരുന്ന പച്ചക്കറിത്തോട്ടത്തിലുണ്ട്. വിളവെടുപ്പിന് പാകമായ തണ്ണിമത്തൻ, കക്കരി, ചീര, കിയാർ എന്നിവയാണ് ഇവിടെ പ്രധാനമായുമുള്ളത്. വിഷമില്ലാത്ത പച്ചക്കറികൾ കൃഷിയിടത്തിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കബീർ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത്. കാലാവസ്ഥ ചതിക്കാതിരുന്നാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ. 30 വർഷത്തോളം ഞാൻ കൃഷി മേഖലയിലാണ് ഫുള്ള് വർക്ക് ചെയ്യുന്നത്. വായ, പച്ചക്കറി, പൂള എന്നീ എല്ലാ മേഖലകളും ഉണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ 2 വർഷം കർണാടക ഇങ്ങനെയൊക്കെ സന്ദർശിച്ച് കർണാടക രീതിയിൽ കൃഷി രീതികളൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ ഡ്രിപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മത്സ്യത്തീറ്റ് വിരിച്ചുകൊണ്ട് നമ്മൾ 10 ഏക്കറിൽ കൃഷി നടത്തിയിരിക്കുന്നത് പാലമട എന്ന സ്ഥലത്ത്. ഇതിൽ 5 ഏക്കർ സൂര്യകാന്തി, ചെണ്ടുമല്ലി, ജമന്തി എന്നീ ഫ്ലവറുകൾ വെച്ചിട്ട് ഒരു 5 ഏക്കറോളം അങ്ങനെ ഫ്ലവർ സ്റ്റോക്കായിട്ട് ഞാൻ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കൃഷി ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 5 ഏക്കറിൽ തണ്ണിമത്തന്, കിയാറ്, കക്കരി, ചീര, തണ്ണിമത്തൻ 7 ഐറ്റംസ് വെറൈറ്റികൾ, പല കളറുകളും, മഞ്ഞ, യെല്ലോ പിന്നെ ഓറഞ്ച്, ഇങ്ങനെ പല ഐറ്റംസുകളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ജൈവ രീതിയിലുള്ള കൃഷി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. വിഷരഹിത പച്ചക്കറി എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തണ്ണിമത്തന് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കർണാടകത്തിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കെമിക്കൽ അടിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിൽ ജനങ്ങൾ കഴിക്കേണ്ട എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ നല്ല സാധനം കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് പ്രത്യേകിച്ച് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സന്ദർശകർക്ക് നമ്മളിവിടെ പച്ചക്കറികളും തണ്ണിമത്തനും കിയാറും കക്കരിയും ചീരകളും ഇതെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നു. മിതമായ വിലയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർക്ക് സന്ദർശകർക്ക് 30 രൂപ പാസ് എടുത്തിട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് 30% നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് 3 പാലിയേറ്റീവിനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക, സന്ദർശിക്കുക. സൂര്യകാന്തി പൂക്കളുടെ പ്രദർശനം ഇതിനോടകം തന്നെ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിച്ച് കൂടുതൽ മനോഹരമാക്കാനാണ് കബീറിന്റെ അടുത്ത പദ്ധതി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.